ഞാൻ ഏഞ്ചൽ പി ഏലിയാസ്, ഫ്രണ്ടി പ്രസൻസ് EMT ന്യൂസ് ടുഡേ. പ്രധാന വാർത്തകൾ. വോട്ടെടുപ്പിന് മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ ജനപ്രതിനിധികളും വോട്ടർമാരും ഒന്നടങ്കം ആകാംക്ഷയുടെ മുൾമുനയിലാണ്. കേരളത്തിന് നെഞ്ചിടിപ്പ് കൂട്ടുന്ന അക്രമ സംഭവങ്ങളും ചിലയിടങ്ങളിൽ അരങ്ങേറുന്നുമുണ്ട്. ഇത്തരം ഒറ്റപ്പെട്ട സംഭവങ്ങൾ മാറ്റിവെച്ചാൽ പൊതുബോധമുള്ള ഏത് പൗരനും തന്റെ സമ്മതിദാനാവകാശം ഏപ്രിൽ 23-ന് നിർവഹിക്കാവുന്നതാണ്. രാജ്യത്തിന്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന പോരാട്ടമാണ് ഈ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ്. ജനാധിപത്യവാദികളും മതവർഗീയവാദികളും തമ്മിലുള്ള പോരാട്ടം കൂടിയാണ് ഇത്. മറ്റു തിരക്കുകളെല്ലാം മാറ്റിവെച്ച് വോട്ടർമാർ ഒന്നടങ്കം തങ്ങളുടെ സമ്മതിദാനാവകാശം നിർവഹിച്ചെങ്കിൽ മാത്രമേ നിലവിലെ സർക്കാർ നയങ്ങൾക്ക് നേരിയ തോതിലെങ്കിലും മാറ്റമുണ്ടാകൂ. ഏക സിവിൽ കോഡ് നടപ്പിലാക്കുമെന്നും ന്യൂനപക്ഷങ്ങളെ ആട്ടിയോടിക്കുമെന്ന് പറയുന്നവർക്കും ഭക്ഷണ സ്വാതന്ത്ര്യവും മതസ്വാതന്ത്ര്യവും ചോദ്യം ചെയ്യുന്നവർക്കെതിരെയുമുള്ള ഉത്തരം കൂടിയാണ് ഓരോ വോട്ടുകളും. ഫാസിസ്റ്റുകളിൽ നിന്നും മതേതര ഇന്ത്യയെ സംരക്ഷിക്കാൻ ബാധ്യസ്ഥനായ ഓരോ പൗരനും ഇതിനായി പോരാടേണ്ടതുണ്ട്. തമ്മിലടിക്കാനും കൊടിയും വടിയും ചിഹ്നവും സംരക്ഷിക്കാനുള്ള പോരാട്ടമായി തെരഞ്ഞെടുപ്പിനെ കാണാതെ സന്തോഷവും സമാധാനവും ജനങ്ങൾക്കിടയിൽ നിറയുന്ന ഇന്ത്യയെ തിരിച്ചുപിടിക്കാനുള്ള അവസരമായി ഇതിനെ കാണാം. മനുഷ്യനെ മനുഷ്യനായി കാണുന്ന വംശവെറിയും മതവെറിയും ഇല്ലാത്ത ഇന്ത്യയെ സംരക്ഷിക്കാനുള്ളതാകട്ടെ ഇനിയുള്ള മണിക്കൂറുകൾ. ന്യൂസ് ടുഡേ. ലോകമെമ്പാടുമുള്ള ക്രൈസ്തവ സമൂഹത്തിന്റെ ഈസ്റ്റർ ആഘോഷം കണ്ണീരിൽ മുക്കി ശ്രീലങ്കയിലെ സ്ഫോടന പരമ്പര. പ്രാർത്ഥനയ്ക്കായി വിശ്വാസികൾ ഒത്തുചേർന്നപ്പോഴാണ് 3 ചർച്ചുകളിൽ സ്ഫോടനമുണ്ടായത്. 290 പേർ മരിച്ചതായി ഔദ്യോഗിക കേന്ദ്രങ്ങളെ ഉദ്ധരിച്ച് വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു. ശ്രീലങ്കയിൽ മരിച്ച ഇന്ത്യക്കാരുടെ എണ്ണം 6 ആയി. 24 പേരെ അറസ്റ്റ് ചെയ്തതായി ശ്രീലങ്ക അറിയിച്ചു. പള്ളികളും ഹോട്ടലുകളിലും ഉൾപ്പെടെ 8 സ്ഫോടനമുണ്ടായത്. മരണസംഖ്യ ഇനിയും ഉയർന്നേക്കാമെന്ന് അധികൃതർ പറഞ്ഞു. സ്ഫോടനങ്ങളുമായി ബന്ധപ്പെട്ട് ശ്രീലങ്ക തലസ്ഥാനമായ കൊളംബോയിലെ 2 നിന്ന് 13 പേർ അറസ്റ്റിലായി. പിടിയിലായവരെല്ലാം സ്വദേശികളാണ്. എന്നാൽ അക്രമങ്ങൾക്ക് പിന്നിൽ വിദേശ ബന്ധമുണ്ടോ എന്ന് പരിശോധിക്കുകയാണെന്ന് പ്രധാനമന്ത്രി റെനിൽ വിക്രമസിംഗെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. പിടിയിലായവരുടെ പേര് വിവരങ്ങൾ പുറത്തുവിടരുതെന്ന് കർശന നിർദ്ദേശവുമുണ്ട്. ന്യൂസ് ടുഡേ ഇന്റർനാഷണൽ. സംസ്ഥാനത്ത് ഇത്തവണ വീറും വാശിയും നിറഞ്ഞ കലാശക്കൊട്ടാണ് അരങ്ങേറിയത്. എന്നാൽ തിരഞ്ഞെടുപ്പിന്റെ പരസ്യപ്രചാരണം തീരുന്നതിന്റെ കൊട്ടിക്കലാശത്തിനിടെ ചിലയിടങ്ങളിൽ സംഘർഷമുണ്ടായി. തിരുവനന്തപുരത്തും കഴക്കൂട്ടത്തും പത്തനംതിട്ടയിലും എറണാകുളത്തും വടകരയിലുമാണ് സംഘർഷമുണ്ടായത്. ആവേശം ഒട്ടും ചോരാതെയാണ് കേരളത്തിലെ വിവിധ മുന്നണികൾ തങ്ങളുടെ അവസാനഘട്ട പരസ്യപ്രചാരണത്തിന്റെ ഭാഗമായുള്ള കൊട്ടിക്കലാശം പൂർത്തിയാക്കിയത്. മുതിർന്ന നേതാക്കളടക്കം പങ്കെടുത്തുള്ള റോഡ് ഷോയും ആട്ടവും പാട്ടും മുദ്രാവാക്യവുമായി വിവിധ രാഷ്ട്രീയ പാർട്ടികൾ അരങ്ങു തകർത്തു. വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ UDFും LDFും ആവേശോജ്വലമായ കലാശക്കൊട്ട് പരിപാടികളാണ് സംഘടിപ്പിച്ചത്. നിലമ്പൂർ, എടവണ്ണ, അരീക്കോട്, മാനന്തവാടി, കൽപ്പറ്റ എന്നിവിടങ്ങളിലും പ്രവർത്തകർ വാഹന പ്രചരണ ജാഥയും സംഘടിപ്പിച്ചു. കാസർഗോഡ് UDF കലാശക്കൊട്ടിൽ കോൺഗ്രസ് ലീഗ് പ്രവർത്തകർ സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താനൊപ്പം കൊട്ടിക്കലാശത്തിന്റെ ആഹ്ലാദം പങ്കിട്ടു. വടകരയിലും മഞ്ചേരിയിലും UDF, LDF, മറ്റ് രാഷ്ട്രീയ മുന്നണി പ്രവർത്തകരും കൊട്ടിക്കലാശം ആവേശഭരിതമാക്കി. എന്നാൽ സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പിന്റെ പരസ്യപ്രചാരണം തീരുന്നതിന്റെ കൊട്ടിക്കലാശത്തിനിടെ സംഘർഷമുണ്ടായി. തിരുവനന്തപുരത്ത് ശശി തരൂരിന്റെ റോഡ് ഷോ LDF പ്രവർത്തകർ തടഞ്ഞു. തരൂരിന് വേണ്ടി കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ് AK ആന്റണി റോഡ് ഷോയ്ക്ക് എത്തിയിരുന്നു. വേളിയിൽ ശശി തരൂരും ആന്റണിയും നയിച്ച റോഡ് ഷോ LDF പ്രവർത്തകർ തടഞ്ഞു. കഴക്കൂട്ടത്ത് NDA സ്ഥാനാർത്ഥി കുമ്മനം രാജശേഖരന് നേരെ ചെറിപ്പേറുണ്ടായെന്ന് BJP ആരോപിച്ചു. പത്തനംതിട്ടയിൽ BJP CPM പ്രവർത്തകർ സംഘർഷമുണ്ടായി. എറണാകുളം പാലാരിവട്ടത്ത് SDPI CPM പ്രവർത്തകർ സംഘർഷമുണ്ടായി. വടകരയിൽ LDF UDF പ്രവർത്തകർ തമ്മിലും സംഘർഷമുണ്ടായി. ന്യൂസ് ടുഡേ ഇലക്ഷൻ ഡെസ്ക്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലും മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ ഒഞ്ചിയത്ത് കൊല്ലപ്പെട്ട RMP നേതാവ് TP ചന്ദ്രശേഖരന്റെ ജീവിതവും കൊലപാതകവും ആസ്പദമാക്കി നിർമ്മിച്ച വിവാദ സിനിമ ജയ്ഹിന്ദ് ചാനലിൽ സംപ്രേഷണം ചെയ്തു. തിയേറ്ററുകളിൽ പ്രദർശിപ്പിക്കാനോ ചാനലുകളിൽ സംപ്രേഷണം ചെയ്യാനോ സാധിക്കാതിരുന്ന TP 51 എന്ന ചിത്രമാണ് ചാനലിൽ സംപ്രേഷണം ചെയ്തത്. ആദ്യമായാണ് ഈ ചിത്രം ഒരു ചാനൽ സംപ്രേഷണം ചെയ്യുന്നത്. തിരഞ്ഞെടുപ്പ് ആസന്നമാകുകയും കാസർഗോഡ് 2 യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ കൊലപാതകം വീണ്ടും ചർച്ച ചെയ്യപ്പെടുകയും ചെയ്യുമ്പോൾ വിവാദ സിനിമ ഉണ്ടാകുന്ന പ്രത്യാഘാതം ഗുരുതരമായിരിക്കും. മാത്രമല്ല പല വിവാദ ചോദ്യങ്ങളും സിനിമ ഉയർത്തുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ കൂടിയായിരുന്നു സിനിമ എതിർക്കപ്പെട്ടത്.
പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അക്രമ രാഷ്ട്രീയവും രാഷ്ട്രീയ കൊലപാതകങ്ങളും ചർച്ച ചെയ്യപ്പെടുമ്പോൾ TP51 എന്ന സിനിമ ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള ജയ്ഹിന്ദിന്റെ നീക്കം നിർണായകമായി. അതിന് വലിയ സ്വീകാര്യതയാണ് ലഭിക്കുകയും ചെയ്തത്. സുരാസ് വിഷ്വൽ മീഡിയയുടെ ബാനറിൽ നവാഗതനായ മൊയ്തു താഴത്താണ് ചിത്രത്തിന് രചനയും സംവിധാനവും നിർവഹിച്ചത്. ന്യൂസ് ടുഡേ, തിരുവനന്തപുരം. കൊട്ടിക്കലാശത്തിനിടെ ആംബുലൻസിന് വഴിയൊരുക്കി വിവിധ രാഷ്ട്രീയ മുന്നണി പ്രവർത്തകർ. വീറും വാശിയും മറന്ന് ജീവന്റെ കാര്യത്തിൽ മുന്നണികൾ ഐക്യപ്പെട്ട നിമിഷത്തിന് സാക്ഷ്യം വഹിച്ചത് മഞ്ചേരി സെൻട്രൽ ജംഗ്ഷനാണ്. മഞ്ചേരി സെൻട്രൽ ജംഗ്ഷനിൽ കൊട്ടിക്കലാശം നടന്നപ്പോൾ പ്രവർത്തകർക്കിടയിലൂടെ ഒരു ആംബുലൻസ് കടന്നുപോയി. നിമിഷങ്ങൾക്കുള്ളിൽ LDF UDF പ്രവർത്തകർ വീറും വാശിയും മറന്ന് അതിന് വഴിയൊരുക്കി. രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ നമുക്ക് ആരോഗ്യകരമായ വീറും വാശിയും ആവാം, എന്നാൽ ജീവന്റെ കാര്യത്തിൽ ഈ ഐക്യം എന്നും നിലനിൽക്കട്ടെ. ഇതാണ് യഥാർത്ഥ രാഷ്ട്രീയം. രാഷ്ട്രീയം എന്നാൽ ജനസേവനമാണ്. ആംബുലൻസിന് ഉള്ളിൽ കിടക്കുന്നത് ആരാണെന്ന് എത്തി നോക്കാനല്ല പ്രവർത്തകർ ശ്രമിച്ചത്. അദ്ദേഹത്തിന്റെ ജാതി ഏത്, മതം ഏത്, പാർട്ടി ഏത് എന്നല്ല അവിടെ നോക്കിയത്. മാതൃകയാക്കണം ഇതുപോലെയുള്ള നല്ല പ്രവർത്തനങ്ങൾക്ക്. അവരെ എത്ര പുകഴ്ത്തിയാലും മതിയാകില്ല. തിരഞ്ഞെടുപ്പ് വാശിയാവാം. ഇപ്പോഴും എപ്പോഴും ഫലം വന്നാലും ഈ ഐക്യം തുടർന്നും ഉണ്ടാവട്ടെ എന്ന് നമുക്കും ആശംസിക്കാം. ന്യൂസ് ടുഡേ, മഞ്ചേരി. പ്രചാരണത്തിനിടെ രൂപം കൊണ്ട വിവാദങ്ങളെല്ലാം ജനങ്ങൾ തള്ളിക്കളയുമെന്ന് കോഴിക്കോട്ടെ UDF സ്ഥാനാർത്ഥി MK രാഘവൻ. പോലീസിനെ ഉപയോഗിച്ച് തന്നെ വേട്ടയാടാൻ നടക്കുന്ന ശ്രമങ്ങൾ വില പോവില്ലെന്നും MK രാഘവൻ പറഞ്ഞു. പ്രചാരണത്തിനിടെ രൂപം കൊണ്ട വിവാദങ്ങളെല്ലാം ജനങ്ങൾ തള്ളിക്കളയുമെന്നാണ് കോഴിക്കോട്ടെ UDF സ്ഥാനാർത്ഥിയായ MK രാഘവൻ പറയുന്നത്. വൻ ഭൂരിപക്ഷത്തോടെ ജയിച്ച് മൂന്നാമതും കോഴിക്കോട് MP ആയി താൻ പാർലമെന്റിൽ എത്തുമെന്നും MK രാഘവൻ പറഞ്ഞു. പോലീസിനെ ഉപയോഗിച്ച് തന്നെ വേട്ടയാടാൻ നടക്കുന്ന ശ്രമങ്ങൾ വില പോവില്ലെന്നും MK രാഘവൻ വ്യക്തമാക്കി. ന്യൂസ് ടുഡേ, കോഴിക്കോട്. ഗർഭിണിയുടെ നിറവയർ തൊട്ട് പ്രചാരണം നടത്തിയ NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപിക്ക് വെൽഫെയർ പാർട്ടി നേതാവ് ശ്രീജ നെയ്യാറ്റിൻകര എഴുതിയ തുറന്ന കത്ത് സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി. സംഘപരിവാർ പ്രത്യയശാസ്ത്രം അത്രമേൽ ക്രൂരമാണെന്ന് തെളിയിക്കുന്നതാണ് ഇത്തരം സംഭവങ്ങളെന്ന് ശ്രീജ തന്റെ കത്തിൽ പറയുന്നു. സുരേഷ് ഗോപിക്ക് വെൽഫെയർ പാർട്ടി നേതാവ് ശ്രീജ നെയ്യാറ്റിൻകര എഴുതിയ തുറന്ന കത്താണ് സമൂഹ മാധ്യമങ്ങളിൽ വൈറലായത്. താങ്കൾ ഗർഭിണിയുടെ ഉദരത്തിൽ കൈവയ്ക്കുമ്പോൾ ഞങ്ങൾ ഓർത്തത് ബൽക്കീസ് ബാനുവിനെയാണ്. നിറവയറിൽ നിന്ന് താങ്കളുടെ പാർട്ടിക്കാർ ശൂലമുനയിൽ കോർത്തെടുത്ത പിടയ്ക്കുന്ന ഭ്രൂണത്തെയാണ് ഓർത്തതെന്ന് ശ്രീജ തന്റെ കത്തിൽ വ്യക്തമാക്കി. സുരേഷ് ഗോപി, താങ്കൾ വിജയിക്കേണ്ടവനല്ല, പരാജയപ്പെടേണ്ടവനാണ്. കാരണം താങ്കൾ ഉയർത്തുന്ന പ്രത്യയശാസ്ത്രം വംശഹത്യാ പ്രത്യയശാസ്ത്രമാണ്. ഈ നാട്ടിൽ ജനിച്ചു വീഴുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, ജനിക്കാനിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, അവർ അനാഥരാകാതിരിക്കാനും കൊല്ലപ്പെടാതിരിക്കാനും വേണ്ടി, പെൺകുഞ്ഞുങ്ങളും അവരുടെ അമ്മമാരും ബലാത്സംഗം ചെയ്യപ്പെടാതിരിക്കാൻ വേണ്ടി, അവർക്ക് ഈ നാട്ടിൽ സാഹോദര്യത്തോടെ മതേതരമായി ജീവിക്കാൻ വേണ്ടി സുരേഷ് ഗോപി, താങ്കൾ ഉൾപ്പെടുന്ന ഒരൊറ്റ NDA സ്ഥാനാർത്ഥികളും ഈ നവോത്ഥാന കേരളത്തിൽ നിന്ന് വിജയിച്ച് പാർലമെന്റിൽ എത്തരുത്. താങ്കൾക്ക് കനത്ത തോൽവി ആശംസിക്കുന്നുവെന്നും കത്തിൽ ശ്രീജ വ്യക്തമാക്കി. ന്യൂസ് ടുഡേ, തൃശൂർ. മദീന ഇന്ത്യൻ ഫുട്ബോൾ അസോസിയേഷൻ സംഘടിപ്പിച്ച അൽ നഹാസ് ഫാർമസി മിഫ ചാമ്പ്യൻസ് ലീഗ് ഫൈനൽ മത്സരത്തിൽ ഏകപക്ഷീയമായ ഒരു ഗോളിന് സോക്കർ സിറ്റിയെ പരാജയപ്പെടുത്തി റോയൽ FC ജേതാക്കളായി. 2.5 മാസത്തോളം നീണ്ടുനിന്ന ഫുട്ബോൾ മാമാങ്കം സദാം ഫ്ലഡ് സ്റ്റേഡിയത്തിൽ ആവേശകരമായ ജനപങ്കാളിത്തത്തോടെയാണ് സമാപിച്ചത്. മിഫയിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട പ്രമുഖ 12 ടീമുകൾ തമ്മിൽ ലീഗ് അടിസ്ഥാനത്തിൽ ഏറ്റുമുട്ടുകയും മറ്റുള്ള ടീമുകളെ മറികടന്ന് റോയൽ FCയും സോക്കർ സിറ്റിയും ഫൈനൽ മത്സരത്തിൽ ഏറ്റുമുട്ടിയാണ് റോയൽ FC ചാമ്പ്യൻസ് ട്രോഫി കരസ്ഥമാക്കിയത്. ഇരു ടീമുകളും പ്രതിരോധത്തിൽ പിഴവുകൾ വീഴാതെ കാത്തപ്പോൾ ആദ്യ പകുതി ഗോൾ രഹിത സമനിലയിൽ അവസാനിച്ചു. രണ്ടാം പകുതിയിൽ അക്രമങ്ങളോടെയാണ് സോക്കർ സിറ്റി തുടങ്ങിയത്. സോക്കർ സിറ്റിയുടെ ഗോൾ എന്നുറച്ച 3 ഷോട്ടുകളാണ് റോയൽ കീപ്പർ അലി രക്ഷപ്പെടുത്തിയത്. ഫൈനൽ വിസിൽ മുഴങ്ങിയപ്പോൾ പ്രഥമ മിഫ ചാമ്പ്യന്മാരായി റോയൽ മാറി. വിജയികൾക്കുള്ള ട്രോഫികൾ മദീന ചേംബർ ഓഫ് കൊമേഴ്സ് പ്രതിനിധി മുസാദ് അദിയാഹ, സലീം സയീദി, യാക്കൂബ് യമനി, നഹാസ് മാനേജർ ജലീൽ കോഴിക്കോട് എന്നിവർ സമ്മാനിച്ചു. ടൂർണമെന്റിലെ മികച്ച കളിക്കാരനായി റോയൽ FCയുടെ ഫൈസലിനെ തെരഞ്ഞെടുത്തു. വെറ്ററൈൻ വിന്നേഴ്സ് റണ്ണേഴ്സ് ട്രോഫികളും മികച്ച കളിക്കാരൻ, ടോപ്പ് സ്കോറർ, മികച്ച ഗോൾ തുടങ്ങിയ അവാർഡുകളും നൽകി. ടൂർണമെന്റ് പങ്കെടുത്ത എല്ലാ ടീമുകൾക്കും ട്രോഫികളും മികച്ച വോളണ്ടിയേഴ്സിന് ഉപഹാരങ്ങളും സമ്മാനിച്ചു. ന്യൂസ് ടുഡേ, മദീന.
സർക്കാർ അധികാരത്തിൽ വരുന്നതിനായി KMCC റഹീമ സെൻട്രൽ കമ്മിറ്റി മതേതര ഇന്ത്യയെ വീണ്ടെടുക്കാൻ നാട്ടിലേക്കൊരു വിളി എന്ന ക്യാപ്ഷനോടുകൂടി ഫോൺ വേദി സംഘടിപ്പിച്ചു. ദമാം മലപ്പുറം ജില്ലാ KMCC പ്രസിഡന്റ് ഹുസൈൻ വേങ്ങര ഉദ്ഘാടനം ചെയ്തു. സുലൈമാൻ വാഴക്കാട് അധ്യക്ഷത വഹിച്ചു. ദമാം മലപ്പുറം ജില്ലാ KMCC പ്രസിഡന്റ് ഹുസൈൻ വേങ്ങര ഉദ്ഘാടനവും മൊയ്തീൻ മയ്യിൽ സ്വാഗതവും നടത്തി. PVM കോയ, സൂപ്പിക്കുട്ടി പാറയ്ക്കൽ, അബ്ദുസമദ് വേങ്ങര, സുബൈർ കെ, ജരീഷ്, ഹാഷിം എരുവാട്ടി, നജ്മുദ്ദീൻ വയനാട്, യാക്കൂബ് പാറമൽ, അബ്ദുൾ മുനീർ KK, ഫൈസൽ മോങ്ങം, അബ്ദുൽ ലത്തീഫ് ചേളാരി, മുനീർ, ഷാക്കിർ പൊന്നാനി എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ടുഡേ, ദമാം. പ്രവാസികൾക്കിടയിൽ വിവിധ മേഖലകളിൽ നിസ്വാർത്ഥ സേവനം കാഴ്ചവെച്ച തിരുവനന്തപുരം സ്വദേശികളുടെ ജിദ്ദയിലെ കൂട്ടായ്മയായ TSS നൽകി വരുന്ന അവാർഡുകൾ പ്രഖ്യാപിച്ചു. ഹദീക ജിദ്ദ ഓഡിറ്റോറിയത്തിൽ വ്യാഴാഴ്ച നടക്കുന്ന 14ാമത് വാർഷികാഘോഷത്തിൽ അവാർഡുകൾ വിതരണം ചെയ്യും. ആരോഗ്യ മേഖലയിൽ ഡോക്ടർ ജിനരാജ് കുമാർ, ജീവകാരുണ്യ മേഖലയിൽ സുദർശന ബാബു, കലാരംഗത്ത് ഗായകൻ മിർസ ഷെരീഫ് എന്നിവർക്കാണ് അവാർഡ് ലഭിച്ചത്. TSS കാർണിവൽ 2019 അവാർഡുകൾ വിതരണം ചെയ്യും. മക്കാജ് പെർഫ്യൂം സീനിയർ ഫൈനാൻസ് മാനേജർ മുജീബ് മൂസ ഹൗലത്ത് FCA മുഖ്യാതിഥിയായിരിക്കും. വാർത്താ സമ്മേളനത്തിൽ ഷംനാദ് കണിയാപുരം, തരുൺ രത്നാകരൻ, റഹീം പള്ളിക്കൽ, നജീബ് ഖാൻ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ടുഡേ, ജിദ്ദ.